ഇന്ന് മഹാശിവരാത്രി. സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിലെല്ലാം ദർശനത്തിന് വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കിയ രാത്രിയാണെങ്കിലും പുലർച്ചെ മുതൽ തന്നെ ആളുകൾ എത്തിത്തുടങ്ങി. നാളെ ഉച്ചവരെ ആയിരങ്ങൾ തർപ്പണം നടത്തും. മഹാശിവരാത്രിയുടെ വലിയ തിരക്കിലേക്ക് ആലുവ മഹാദേവ ക്ഷേത്ര പരിസരവും എല്ലാം തന്നെ മാറുകയാണ്. പുലർച്ചെ മുതൽ തന്നെ ഇന്ന് ശിവരാത്രിയുടെ ഒരു പുലർച്ചെ മുതൽ ഞായറാഴ്ച രാവിലെ മുതലുള്ള ഒരു തിരക്കിലേക്ക് മാറുന്നു. ഇന്ന് രാത്രിയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത്. വലിയ വിളക്ക്, ശിവവിളക്ക് അടക്കമുള്ള കാര്യങ്ങൾ രാത്രിയാണ് നടക്കുന്നത്. അതുവരെയും ഈ ക്ഷേത്രത്തിന് പരിസരവും എല്ലാം തന്നെ വലിയ തിരക്കിൽ തന്നെയായി മാറുകയും ചെയ്യും. ഇവിടേക്ക് ഈ ചടങ്ങുകൾക്ക് വേണ്ടി പങ്കെടുക്കാൻ എത്തുന്നവർക്ക് വേണ്ടിയുള്ള വലിയ ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിന്റെ ഈ ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിന്റെയും പരിസരത്തും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ ശിവരാത്രി ദിവസം വളരെ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ഉറക്കമൊളിച്ച് ഈ ദിവസത്തെ വരവേൽക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത ആയിട്ട് കാണുന്നത്. ഇവിടേക്ക് എത്തുന്ന ജനങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള സൗകര്യവും സാഹചര്യവും എല്ലാം തന്നെ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒരു ചടങ്ങായിട്ട് കാണുന്നത് ഇവിടുത്തെ പിതൃമോക്ഷ ചടങ്ങുകൾക്കായുള്ള ബലിതർപ്പണ ചടങ്ങുകൾ തന്നെയാണ്. അതിനുവേണ്ടി ഏതാണ്ട് 116ഓളം ബലിത്തറകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ പെരിയാറിന്റെ തീരത്തോട് ചേർന്നുകൊണ്ടുള്ള ഈ സ്ഥലങ്ങളിൽ ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. 116 ബലിത്തറകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ തന്നെ ഇതിനുവേണ്ടി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുക, തർപ്പണ ചടങ്ങുകൾ പങ്കെടുത്ത പെരിയാറിൽ പിതൃമോക്ഷ ചടങ്ങുകൾക്കായുള്ള തർപ്പണം നിർവഹിച്ച ശേഷം മടങ്ങുന്ന ആളുകൾ, അത് തന്നെയാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ളൊരു തിരക്ക് ഇനി അനുഭവപ്പെട്ടു തുടങ്ങും. ഞായറാഴ്ച ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഇന്ന് രാത്രിയാകുമ്പോഴേക്കും വലിയ തിരക്കിലേക്ക് ശിവരാത്രി മണപ്പുറവും ഈ ക്ഷേത്ര പരിസരവും എല്ലാം തന്നെ മാറുകയും ചെയ്യും. ഇവിടേക്ക് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3 ദിവസത്തോളം ഈ തർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരു ക്രമീകരണമുണ്ട് എന്നതാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് ഒരു തുടക്കത്തിലേക്ക് വരുന്ന ഔദ്യോഗികമായ തർപ്പണ ചടങ്ങുകൾ, ശിവരാത്രി പിതൃമോക്ഷ ചടങ്ങുകൾ എല്ലാം തന്നെ തുടങ്ങുന്നത് രാത്രിയോട് അനുബന്ധിച്ചാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് തുടങ്ങുന്നു. ഒപ്പം തന്നെ നാളെ ഉച്ചവരെയും ഈ തർപ്പണ ചടങ്ങുകൾ നിർവഹിച്ചു പോകാൻ കഴിയുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുംഭമാസത്തിലെ